കേരളത്തിലെ വനിതകൾ വീരചരിത്രം എഴുതിയ ഒരു പുസ്തകോത്സവമാണ് ഇത്തവണത്തേത്. 62 വനിതകളുടെ പുസ്തകം ഒരേ സമയം ഒരേ വേദിയിൽ പ്രകാശനം ചെയ്യുക. പെണ്ണിടം എഴുത്തില്ലമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുതിയ ചരിത്രം എഴുതിയത്. ഇന്റലക്ച്വൽ ഹാളിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടതായിരുന്നു ആവേശകരമായിട്ടുള്ള ആ ചടങ്ങ്. ഓരോരുത്തരുടെയും പുസ്തകം ബന്ധുക്കളോ ഭർത്താവോ സുഹൃത്തുക്കളോ അങ്ങനെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ഏറ്റുവാങ്ങിയത്. പലപ്പോഴും എഴുത്തുകാരുടെ കണ്ണുകൾ നിറഞ്ഞു. പെണ്ണിടത്തിലെ 62 വനിതകളെ പ്രതിനിധീകരിച്ച് ഏതാണ്ട് 30ഓളം പേരാണ് ഷാർജയിലെത്തിയത്. ഓരോരുത്തരും കഥകളും കവിതകളും നോവലുകളും അനുഭവക്കുറിപ്പുകളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് പുസ്തകത്തിൽ പങ്കുവച്ചത്. പെണ്ണില്ലം എന്ന് പറഞ്ഞാൽ വനിതകളുടെ മാത്രമായ ഒരു പുസ്തക പ്രസാധക സംഘത്തിന്റെ പേരാണ് പെണ്ണില്ലം എഴുത്തിടം എന്നത്. ഞങ്ങള് പെണ്ണില്ലം എന്നുള്ള പേരിൽ ഒരു പുസ്തകം ഒരു വർഷത്തിന് മുമ്പ് ഒരു കവിതാ സമാഹാരം ഇറക്കിയിട്ട് അതിൻ്റെ ഓരോ വിജയത്തിന് ശേഷം ഞങ്ങൾ 2 പുസ്തകം കൂടെ ഒരു വർഷത്തിനുള്ളിൽ ഇറക്കി 3 പുസ്തകങ്ങൾ പെണ്ണില്ലത്തിൻ്റെ പേരിൽ ഇറക്കിയിട്ട് അതിൻ്റെ ഓരോ വിജയം കണ്ടതിന് ശേഷം ഞങ്ങൾ പുസ്തകം പെണ്ണില്ലം എഴുത്തിടം എന്നുള്ള രീതിയിൽ രജിസ്റ്റേർഡ് സംഘടന രൂപീകരിച്ച് അതിലൊരു പബ്ലിക്കേഷനായിട്ട് മാറി. കണ്ണൂരിലെ ഇരിട്ടിയിലാണ് പെണ്ണിടത്തിന്റെ ആസ്ഥാനം. കുറച്ചു പേർ ചേർന്ന് തുടങ്ങിയ ഒരു കൂട്ടായ്മ പിന്നീട് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും പെണ്ണിടം എഴുത്തില്ലത്തിൽ ഇന്ന് അംഗങ്ങളുണ്ട്. ഇതിൽ 20 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വിഭാഗത്തിലും പെട്ട പുസ്തകങ്ങളുണ്ട്. കവിതാ സമാഹാരം, കഥാസമാഹാരങ്ങള്, ലേഖനം, നോവല്, യാത്രാ വിവരണം, ഓർമ്മക്കുറിപ്പുകള്. അത് കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, പാചകം വരെയുണ്ട്. ബാലസാഹിത്യം, ഹാസ്യം പെണ്ണുങ്ങളിലെ സ്ത്രീകൾ അധികം എഴുതി നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ അധികം വായിച്ചിട്ടില്ല. എക്സ്ക്ലൂസീവായിട്ട് ഹാസ്യം എഴുതുന്ന 2 പേര് ഇതിൽ ഞങ്ങൾക്കുണ്ട്. പെണ്ണില്ലത്തിലേക്ക് ഞാൻ അവിചാരിതമായി എത്തിപ്പെട്ടതാണ്. അവരുടെ 3ാമത്തെ പുസ്തകമാണിത്. അപ്പൊ ഇതിൽ എത്തിയപ്പോഴേ ഷാർജ ഇന്റർനാഷണൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റി എന്നത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് ഇപ്പോൾ പോവുന്നത്. പെണ്ണിടത്തിന്റെ ലോഗോ ഒരുക്കിയതും ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ തന്നെയാണ്. ലോകം ഒരു സ്ത്രീയുടെ തലയിലാണ് എന്നുള്ള രീതിയിൽ ഞാൻ ലോഗോ ചെയ്തിട്ടുള്ളത്. ഇതാണ് ലോഗോ, അത് ചെയ്താണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് വലിയൊരു ഉയരത്തിലെത്താൻ ഈ പെണ്ണില്ലം എന്ന ഒരു പ്രസ്ഥാനത്തിന് കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ലോക ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയത് നേട്ടമായിട്ടാണ് കരുതുന്നത്. എഴുത്തും വായനയും മാത്രമല്ല പെണ്ണിടത്തിലെ അംഗങ്ങൾക്കുള്ളത്. സ്വന്തമായൊരു റേഡിയോ ഉണ്ട്. അതിൽ വാർത്ത തയ്യാറാക്കുന്നതും വായിക്കുന്നതും ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ തന്നെയാണ്. പെണ്ണില്ലം റേഡിയോ എന്ന് തന്നെയാണ് പേര്. അതിൽ സ്ഥിരം വാർത്ത അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ശരിക്കും എനിക്ക് കിട്ടണേ. നേരത്തെ എന്തൊക്കെയാണ് അതിൽ പറയുന്ന വാർത്തകൾ? നമ്മുടെ വാർത്ത സാധാരണ എല്ലാ വാർത്തയിലും ഉള്ളതുപോലെ രാജ്യാന്തര വാർത്ത, നമ്മുടെ സംസ്ഥാന വാർത്ത, സ്പോർട്സ്, നമ്മുടെ വിപണി, സെൻസെക്സ്, പ്രാദേശിക വാർത്തകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താ ചാനലാണ്. സ്പോർട്സ്, കായികം, വിദ്യാഭ്യാസം. ആദ്യമായിട്ടാണ്, അതിന്റെ ഒരു ത്രില്ലിലാണ്. ഞങ്ങളൊരു എന്നെ സംബന്ധിച്ച ഒരു സ്വപ്ന സഞ്ചാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പുസ്തക പ്രകാശനത്തിന് നമുക്ക് വരാൻ പറ്റുന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ രാജേച്ചി എല്ലാവരെയും കൂട്ടായ്മയാണ് ഈ ഒരു ഇവിടെ എത്തിക്കാനുള്ള ഒരു. പെണ്ണിടത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും ആദ്യമായാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്നും മടങ്ങുന്ന അവർ എടുത്ത ഒരു തീരുമാനമുണ്ട്. അടുത്ത വർഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് വീണ്ടും എത്തും. അന്ന് 101 പേരായിരിക്കും ഈ കൂട്ടായ്മയിൽ ഉണ്ടാകും. എല്ലാവിധത്തിലും തലയുയർത്തിപ്പിടിച്ച് ഏതവസ്ഥയിലും തൻ്റെ ജീവിതത്തെ പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് തിരിച്ചറിയുന്നതിന് ആർജവത്തോടെ മുന്നേറുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അവരിവിടെ കടൽ കടന്നു വരുന്നതിനും ഇവിടെ ഈ വേദിയിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനും നമ്മളോടൊപ്പം ചേരുമ്പോൾ പ്രതികരണശേഷിയുള്ള പ്രതിബന്ധങ്ങളെയെല്ലാം തട്ടിയെറിഞ്ഞുകൊണ്ട് മുന്നേറാൻ കഴിവുള്ളവളാണ് ഞാനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്.